രാവിലെ അങ്ങനെ പതിവ് പോലെ യോഗ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് ഹോളിൽ തന്നെ കേട്ടോ യോഗ ചെയ്യാൻ നോക്കിയതേ. കാരണം താഴെ പോയി കഴിഞ്ഞാലേ താഴത്തെ റൂമിൽ ഇന്നലെ മഴ പെയ്തതുകൊണ്ട് വലിയ ബുദ്ധിമുട്ട്. അപ്പോൾ നമ്മുടെ ബെല്ലക്കുട്ടൻ എന്നെ ഇങ്ങനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ സാധാരണ താഴെ ആ പൂജാമുറിക്കകത്താ യോഗ ചെയ്യുന്നത്. അപ്പം എന്ത് ചെയ്യും, പൂജാമുറി അങ്ങ് അടച്ചിട്ട് കഴിഞ്ഞാൽ ആശാൻ അങ്ങോട്ട് വരാൻ പറ്റത്തില്ലല്ലോ. അവസാനം ഞാൻ അവനെ കൊണ്ടൊന്ന് കെട്ടിയിട്ട് കേട്ടോ. ഇന്നലെ വൈകിട്ട് മഴയൊക്കെ പെയ്തു, ഒരു ചെറിയ തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബെല്ലക്കുട്ടനെ കൊണ്ടൊന്ന് കെട്ടിയിട്ടു. അത് കഴിഞ്ഞ് വന്ന് നോക്കിയപ്പം ടി വിക്കകത്ത് ബിഷ്മോറും സുനിത വില്യംസും കൂടെ വരുന്ന കാഴ്ചകൾ ഞങ്ങളിങ്ങനെ ടി വി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരുപാട് ലേറ്റായിപ്പോയി. അതുകൊണ്ട് യോഗ ചെയ്യാനായിട്ട് കുറച്ച് താമസിച്ചാണ് ഞാൻ ഇറങ്ങി വന്നത്. അത് കഴിഞ്ഞിട്ട് ഹാളിൽ തന്നെ അങ്ങോട്ട് പിന്നെ മാറ്റൊക്കെ വിരിച്ചിട്ട് യോഗ ചെയ്യാമെന്ന് വെച്ചു. പിന്നെ 4 പേര് ബഹിരാകാശ പേടകത്തില് സത്യത്തില് ഇന്ന് രാവിലെ നമ്മുടെ ഭൂമിയിൽ തിരിച്ചെത്തിയല്ലോ. അപ്പൊ അതിന്റെ കാഴ്ചകൾ ലൈവായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുക ടി വിയിൽ. ഞങ്ങൾ രണ്ടുപേരും കൂടെ അതിരുന്ന് കാണുമായിരുന്നു. സത്യം പറഞ്ഞ ഇന്നലെ ലൈവായിട്ട് കാണാൻ വേണ്ടിയിട്ട് നേരത്തെ എണീക്കണം എന്നൊക്കെ വിചാരിച്ചു. 3:20 എന്തോ അവർ വന്ന് ഇറങ്ങിയത്. പക്ഷെ ഞങ്ങൾ എണീറ്റപ്പോഴത്തേനും ഇത്തിരി താമസിച്ചുപോയി. 4:15 4:10 ആയപ്പോഴത്തേനും എണീറ്റു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ വന്ന് ടി വി വെച്ചപ്പോഴത്തേനും ഏകദേശമൊക്കെ പിന്നെ അവർ വന്ന് ഇറങ്ങി. പക്ഷെ എന്നാലും വീണ്ടും ആ കാഴ്ചകൾ ഇങ്ങനെ മൊത്തത്തിൽ കാണിച്ചുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അതിനിടയ്ക്ക് വെച്ചിട്ട് എന്ന് പറഞ്ഞാൽ മൊത്തം കണ്ടോണ്ടിരുന്ന താമസിക്കും എന്നുള്ളത് കൊണ്ട് കണ്ടത് തന്നെ 3-4 പ്രാവശ്യം കണ്ടുകൊണ്ടിരിക്കുക. പക്ഷെ നമുക്കൊരു കാര്യമുണ്ട്, എത്ര കണ്ടാലും നമുക്ക് അത് മതി വരത്തില്ല കേട്ടോ. ആ കാഴ്ചകൾ കേട്ടോ അത്ര മനോഹരമായ കാഴ്ചകളല്ലേ. നിങ്ങളെല്ലാവരും കണ്ടു കാണും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പതുക്കെ എന്ത് ചെയ്തു, യോഗ ചെയ്യാനായിട്ട് തുടങ്ങി. യോഗയുടെ കുറേ എക്സർസൈസും കലാപരിപാടികളും ഒക്കെ, സൂര്യ നമസ്കാരവും പ്രാണായാമം കപാലഭാതി ആദ്യം ചെയ്തു. അത് കഴിഞ്ഞ് സൂര്യ നമസ്കാരം ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ ശീർഷാസനം, പിന്നെ കുറച്ച് ചെറിയ എക്സർസൈസുകൾ. യോഗയിൽ കുറേ കാര്യങ്ങൾ ഞാൻ പഠിച്ചിട്ടുണ്ട്. സത്യത്തിൽ ഞാൻ നമ്മുടെ ബെല്ലക്കുട്ടനെ കൊണ്ടൊന്ന് നടന്നിട്ട് വരാമെന്നൊക്കെ വെച്ച് ഇതാ ഇറങ്ങിയതാ. യവൻ കാണിച്ചു വെച്ചിരിക്കുന്ന പണി കണ്ടാ ആണ്ടേ. യവന്റെ ഇങ്ങോട്ട് മാറ്റടാ കാല് ആണ്ട. യവന്റെ തുടല് കംപ്ലീറ്റ്, തുടലല്ല ലാഷ് കംപ്ലീറ്റ് കടിച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്നുണ്ട. ഇനിയിപ്പം നമുക്ക് ഈ ലാഷ് ഒന്ന് മാറണം. മാറിയിട്ട് വേണം യവനെ കൊണ്ടുപോകാനായിട്ട്. യവനെ ഇല്ലേ കാലേ കൂടെ ഒക്കെ കയറ്റിയിടുന്ന ഒരു സാധനമുണ്ട്. ഞാൻ ഇപ്പൊ എടുത്ത സാധനം കണ്ട. ഇത് ഇനി യവന് ഇങ്ങനെ കയറ്റിയിട്ടിട്ട് ഇതും കൊണ്ട് വേണം പോവാനായിട്ട്. മണപ്പിക്കണ്ട കയറ്റിയിട്, ഇങ്ങോട്ട് കയറ്റിയിട്. ഇതിങ്ങനെ 2 കാലും ഇതിനിടയ്ക്കൂടി ഇങ്ങനെ കയറ്റിയിട്. ഈ കാലൂടെ കയറ്റിയിട്ടേ കുട്ടൻ, ഈ കാലൂടെ കയറ്റിയിട്ടേ. ഇങ്ങോട്ട് കയറ്റിയിടാ ചട്ടമ്പി. കാലങ്ങനെ മടക്കി വെച്ചേക്കുക. വേണ്ടേ, അയ്യോ എത്തത്തില്ലല്ലോ, നീളം കൂട്ടണം. ജമ്പർ അവൻ വലുതായി കേട്ടോ. അയ്യോ ഇത് നമുക്ക് ചേരത്തില്ല കേട്ടോ, നമ്മുടെ ചെറുക്കൻ ഇത് ചേരൂല്ല. നീ എന്താ എന്തിനാ ഇത്രയും വലുതായേ? എന്തിനാ ഇത്രയും വലുതായേ? ഈശ്വര, ഇവിടെ അഡ്ജസ്റ്റ് ചെയ്താലും കയറത്തില്ല. ഇത് പാട് തന്നെ കയറാൻ. എന്തൊക്കെ കലാപരിപാടികളാണോ എന്തോ. ഇങ്ങനെ ഇങ്ങനെ കയറ്റി അങ്ങിടും. ഇതിന്റെ ഓ ഇതും ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യല്ലേ. അപ്പൊ ഇത് കറക്റ്റായി. അവന് ഏറ്റവും സന്തോഷപ്രദമായ കാര്യമല്ലേ. ഏകദേശം എത്തി വരുന്നുണ്ട്. പക്ഷെ ഇത് ഉടനെ മാറേണ്ടി വരും കേട്ടോ. ഇതാര് ഇത് വേണോ? ഇതും കടിച്ച് പൊട്ടിച്ചു വെച്ചേക്ക് വേണ്ടോ? ഇത് തന്നെ ഇടാ അല്ലേ? അല്ല ഇത് തന്നെ ഇടാ അല്ലേ? യെസ്
അങ്ങനെ ഞങ്ങള് ടൂറിന് പോകാൻ യാത്രയായിരിക്കുന്നു. ഇനി ഇത് ഞാൻ അഴിച്ചെടുക്കാം. വാടാ വാടാ വാടാ. അങ്ങനെ ബെല്ലക്കുട്ടനെ ഞാൻ യൂണിഫോം ഒക്കെ ഇടിച്ചോണ്ട് നേരെ നടക്കാനായിട്ട് കൊണ്ടുപോയി. ആശാനെ ഈ വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാല് ഭയങ്കര ഓട്ടമാണ്. അപ്പൊ അവന്റെ കഴുത്ത് മുറിവെന്നുള്ളത് കൊണ്ടാണ് ഞാനിപ്പോ ഇങ്ങനത്തെ ഈ സാധനം കയറ്റിയിട്ടത്. അപ്പോൾ ഞാൻ നടക്കാൻ പോയപ്പോഴത്തേനും അവിടെ റെയിൽവേയുടെ ചില പണികൾ കണ്ടു. അപ്പൊ ബെല്ലക്കുട്ടനെ തിരിച്ചു കൊണ്ടുവന്ന് ഞാൻ വീട്ടിലാക്കി. അവനപ്പോ പെരയ്ക്കകത്ത് ഇരുന്ന് ഇങ്ങനെ നോക്കുക എന്നെ. അത് കഴിഞ്ഞിട്ട് റെയിൽവേയുടെ അപ്ഡേഷൻ ഞാൻ കാണിച്ചു തരാം. ഇത് അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ പിന്നെ ശരിക്കും വഴിയാത്രക്കാർക്ക് കൂടുതൽ സൗകര്യം ഉണ്ടാക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം നല്ല വീതി കുറവായിരുന്നു ഇവിടെ. വന്ന് നമുക്ക് ഈ വളവ് അങ്ങോട്ട് തിരിയാനായിട്ട് വലിയ ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഇപ്പം അവരെന്ത് ചെയ്യുന്നറിയാമോ, ഏകദേശം ആ താഴത്തെ, അതായത് അടിയിലത്തെ ആ കോൺക്രീറ്റിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോൾ അവർ കുറേ ചാക്കുകളൊക്കെ കൊണ്ടുവന്ന് അടുക്കിയിട്ട് അവിടെ മണ്ണിട്ട് നമുക്ക് പിന്നെ കുറച്ചുകൂടെ സ്പേസ് ഉണ്ടാക്കി തരിക അവിടെ. മറ്റേത് ഇവരുടെ 2-3 കമ്പികളും കാര്യങ്ങളൊക്കെ അവിടെ കൊണ്ടുവച്ചിട്ട് നമ്മളിപ്പോൾ സ്ക്രൂ ഡ്രൈവർ ആണെങ്കിൽ ഈസി ആയിട്ട് വരാം. പക്ഷെ കാറിലൊക്കെ വരുന്ന സമയത്തെ നമ്മൾ നല്ല ശ്രദ്ധിച്ച് വേണം തിരിയാനായിട്ട്. അതുകൊണ്ട് ആ കമ്പി കണ്ടോ, ഇപ്പോൾ ഈ ആ JCB ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്ന കമ്പി കണ്ടോ, 2 JCB കിടപ്പുണ്ട്. ഒന്ന് JCB, മറ്റേത് ഹിറ്റാച്ചി പോലെ എന്തോ ഒരു സംഭവമാണെന്ന് തോന്നുന്നു. അതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് കറക്റ്റ് അറിഞ്ഞുകൂടാ. എന്നാലും ഹിറ്റാച്ചി ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ ഈ വീലിൻ്റെ പുറത്തൂടെ വേറൊരു വലിയൊരു ചെയിനും ഒക്കെ വെച്ചുള്ള സാധനമാണ്. അത് കുറച്ചുകൂടെ വലിയ സാധനമാണ്. എനിക്ക് തോന്നുന്നൊരു ഒരു 20 കൊട്ട മണ്ണ് അതിൻ്റെ കൈക്കകത്ത് കൊള്ളും കേട്ടോ. ഇപ്പം ഈ കമ്പിയൊക്കെ താണ്ടി ഇങ്ങനെ തോണ്ടി ഇങ്ങോട്ട് മാറ്റിയിടുക. മനുഷ്യരൊക്കെ ചെയ്യുന്ന പോലെ തന്നെ കണ്ടോ, നമ്മൾ ഈ കൈ കൊണ്ടെടുത്ത് മാറ്റിയിടത്തില്ലയോ. സൂപ്പർ പരിപാടികളാ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇത് കണ്ടില്ലേ, നേരത്തെ അവിടെ കമ്പിയൊക്കെ ഇങ്ങനെ നീണ്ടിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് കോൺക്രീറ്റ് ഒക്കെ ചെയ്തിട്ട് അതിന് മുകളിൽ ചാക്കൊക്കെ അടുക്കി പുള്ളി താണ്ടി കമ്പി ഇങ്ങനെ തോണ്ടി കൊണ്ടുവന്ന് ഒരു മൂലയ്ക്കോട്ടിട്ടു. കണ്ടില്ലേ, സത്യത്തിൽ ഒരു മനുഷ്യൻ ചെയ്യുന്ന പോലെ തന്നെ. മറ്റേ പുള്ളിക്കാരൻ അവിടെ എന്തൊക്കെയോ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതെടുത്ത് മാറ്റി വെച്ചേ കണ്ടോ. അയ്യോ കൊള്ളാം. ഇതിങ്ങനെ പൊക്കി അങ്ങോട്ട് മാറ്റി വെക്കുന്നത് കാണാൻ ഒരു രസമുണ്ട്. ഇപ്പുറത്ത് വന്നപ്പോഴാണ് എനിക്കത് ആ കറക്റ്റ് കാഴ്ച മനസ്സിലായത് കേട്ടോ. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണ് എടുക്കേണ്ടത് ഇവിടുന്നാണ് മണ്ണ് എടുത്തോണ്ടിരിക്കുന്നത്. അപ്പം ഏകദേശം ഈ റോഡിൻ്റെ ആ ഒരു വീതി പിടിച്ചിരിക്കുന്നില്ലേ, അത്രയും വരെ ശരിക്കും അവർ മണ്ണ് എടുക്കും. അതുകൊണ്ടില്ല ആ ചെയിനിലെ മണ്ണൊക്കെ ഈ ചെളി പോലെ നനഞ്ഞ് പറ്റിയിരുന്ന സാധനമൊക്കെ അത് ജസ്റ്റ് ഒന്ന് പൊക്കി പിടിച്ചിട്ട് ഒറ്റ കറക്കിയപ്പം അതെല്ലാം തെറിച്ചു പോയി. അയ്യോ എൻ്റെ അമ്മേ, ഇത് ഇത്രയും ഇനി തെല്ലത്തോട്ട് കൊണ്ടുവരേണ്ട കാര്യമുണ്ടോ? സത്യം പറഞ്ഞാൽ കാണുമ്പോൾ തന്നെ പേടി വരും കേട്ടോ. കണ്ടില്ലേ, അത് തോണ്ടി ഇങ്ങനെ ഇട്ടിട്ട് മണ്ണ് കോരി ഇപ്പുറത്തിടുക. അവിടെ വേറെ എന്തൊക്കെയോ പരിപാടികൾ നടക്കുന്നു. കുറേ സ്ത്രീകളും ഒക്കെ നിൽക്കുന്നു. എനിക്കൊന്നത് വേസ്റ്റ് എടുക്കാൻ വന്നവരാ കേട്ടോ. അത് റെയിൽവേയുടെ ആളുകളല്ല, കോർപ്പറേഷൻ്റെ ആളുകളാണെന്നാണ് തോന്നുന്നത്. കണ്ടില്ലേ, അങ്ങനെ തുമ്പിക്കൈ കൊണ്ട് മണ്ണൊക്കെ എടുത്ത് നേരെ ഇപ്പുറത്തിട്ട് കൊടുക്കും. അപ്പോൾ ഇപ്പുറത്തെ ആ JCB വന്ന് ആ മണ്ണെടുത്ത് കുഴിക്കകത്തോട്ടിടും. എന്തെളുപ്പമല്ലേ. പണ്ടൊക്കെ ആണെങ്കിൽ മനുഷ്യന് കൊട്ടയിലൊക്കെ ചുമ്മി ഇടുകയാണെങ്കിലേ എത്ര നേരം എടുക്കും കേട്ടോ. ഇവിടെ വേണ്ട, അല്ലാതെ ചിരണ്ടി ആദ്യം അതൊന്ന് ഇളക്കിയിടുകയാണ് മണ്ണ്. ഈ കൂന്താലിക്ക് കിളച്ചിടത്തില്ലയോ എന്ന് പറയുന്നത് പോലെ മണ്ണൊന്ന് വെട്ടിയിട്ടേച്ച് കോരി ഇപ്പുറത്തോട്ടിടും. നല്ല പൊടിയാ. എന്നിട്ട് ആ JCB കൊണ്ടുവന്ന് ഇങ്ങനെ കൈകൊണ്ട് കോരി അങ്ങോട്ട് തട്ടും. ഇത് ഏത് ലെവൽ വരെ ഇത് മൂടുമെന്നൊന്നും അറിഞ്ഞൂടാ കേട്ടോ. പക്ഷെ എന്നാലും ഇപ്പം നല്ല സ്പേസായി. മറ്റേത് എന്തൊരു ബുദ്ധിമുട്ടായിരുന്നു അറിയോ. നമ്മൾ കാറയിലൊക്കെ വരുവാണെങ്കിൽ 2 പ്രാവശ്യം നമ്മളൊന്ന് തിരിക്കേണ്ടി വരും. ഒരു പ്രാവശ്യം ഒന്ന് തിരിച്ച് പിന്നെ കുറച്ച് റിവേഴ്സ് വന്ന് വീണ്ടും തിരിക്കേണ്ടി വരും. അതെന്തായാലും കാര്യമായി. അങ്ങനെ മണ്ണ് കൊണ്ടുവന്ന് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുക.
എന്ന് തീരുമെന്തോ ഈ പണി. താണ്ടേ അതിനിടയ്ക്ക് അവള് ഇപ്പുറത്തെ വീട്ടിലെ ഒരു പട്ടിയാണ് കേട്ടോ. സത്യത്തിൽ ഇതെല്ലാം കൂടെ കണ്ടിട്ട് അവള് ശരിക്കും പേടിച്ച് നിൽക്കുക. ശബ്ദം കേട്ടിട്ട് പേടിച്ചെന്ന് പറയാൻ പറ്റത്തില്ല, ഈ വെപ്രാളം പിടിച്ച് ഓടത്തില്ലയോ, അവൾ അതിനെ ഇടയ്ക്കൂടൊക്കെ കയറി ഓടും. അതുകൊണ്ട് ഇതുവഴി വന്ന് ഇങ്ങനെ വണ്ടികൾ തിരിയുന്നത് കണ്ടോ. ഇപ്പൊ കണ്ടോ ഇതിന്റെ വീതി കണ്ടോ. മറ്റേത് ഈ പോസ്റ്റിനും ഇപ്പുറമായിരുന്നു വീതി, അതിപ്പോ ഇത്രയും വീതി കിട്ടി കേട്ടോ. അടിപൊളി. പിന്നെ വേറെ കാര്യമുണ്ട്, അതാണ്ട് വാട്ടർ കണക്ഷന്റെ പൈപ്പൊക്കെ അതിന് അടിയിൽ കൂടെ പോകുന്നുണ്ട് കേട്ടോ. അപ്പുറത്തേത് പണി ഒന്നും ആയിട്ടില്ല, അവിടുത്തേതും ഏകദേശം കമ്പിയൊക്കെ അടിച്ച് ആ ലെവലിൽ നിൽക്കുന്നേ ഉള്ളൂ. ഇവിടുത്തേത് എത്രയും പെട്ടെന്നൊന്ന് തീർത്ത് തന്നാൽ ഇവിടെ നിന്ന് തിരിയാനും ഒക്കെ ആൾക്കാർക്കൊരാശ്വാസമില്ല. അതുകൊണ്ടായിരിക്കും ഇവിടുത്തെ പണി അവർ പെട്ടെന്ന് തീർക്കുന്നത്. എന്തായാലും അവരായിട്ട് പിന്നെ ആരെയും ഉപദ്രവിക്കത്തില്ല, നാട്ടുകാരെ ഉപദ്രവിക്കത്തില്ല. എന്തായാലും അവർ പെട്ടെന്ന് തന്നെ പണിയെല്ലാം തീർത്ത് നമുക്ക് വേണ്ടുന്ന സഹായങ്ങളൊക്കെ ചെയ്യും എന്ന് പ്രതീക്ഷിക്കാം കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ നേരെ വീട്ടിൽ വന്നപ്പോഴത്തേനും അവർക്ക് മൊബൈൽ വെക്കാൻ ഇന്ന് ഓഫീസിൽ പോകുന്ന വഴിക്ക് അവർക്ക് വഴി കറക്റ്റ് അറിഞ്ഞുകൂടാ. വേറൊരു ഓഡിറ്റിന് വേണ്ടിയിട്ട് വേറൊരു ബാങ്കിൽ, ആദ്യമായിട്ടുള്ളൊരു ബാങ്കിലാണ് പോകുന്നത്. അപ്പോൾ അതിന് ഞാൻ നമ്മുടെ പൗച്ചൊക്കെ എടുത്തു കൊടുത്തു, ഗൂഗിൾ മാപ്പ് ഇട്ട് ലൊക്കേഷൻ നോക്കി പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവളങ്ങനെ നേരെ ഓഫീസിലോട്ട് വിട്ടു. ഓഫീസിലല്ല, ഇന്ന് വേറൊരു ബാങ്കിലാണ് പോകുന്നത്. അത് കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പം ബെല്ലക്കുട്ടന്റെ പരാക്രമം കണ്ടോ. അയ്യോ, ആവേശ് കുമാരനാണ് കേട്ടോ. അവനെ അഴിച്ചു വിടാത്തതുകൊണ്ടേ ഇത്രയും നേരം കെട്ടിയിട്ടിരിക്കുകയല്ലായിരുന്നു. എനിക്ക് പാവം തോന്നി, ഞാനൊന്ന് അഴിച്ചു വിട്ടു. ഓപ്പോ അഴിച്ചു വിട്ടപ്പോഴത്തേന് ആശാന്റെ വെപ്രാളം കണ്ടു. അയ്യ, സ്വർഗം കിട്ടിയ പോലെ കിടന്ന് തുള്ളിച്ചാടുക. അതെവിടെ പോവാ? യോ, അതിനിടയ്ക്ക് റോഡിൽ കൂടെ ആരാണ്ട് നടന്നു പോയേന് ആവേശം മൂത്ത് അവരെ കണ്ടുകൊണ്ട് 3-4 കൊരയൊക്കെ കുറച്ചുകൊണ്ട് അവിടെ നിൽക്കുക. എന്തൊരു പാടോ എന്തോ. നിങ്ങൾ കാപ്പ് കുടിച്ചു കഴിഞ്ഞോ? ആഹാ, എന്തോ ദോശ? ആഹാ ആഹാ, ദോശ കുടിച്ചത്. അപ്പൊ ഇനി ഞാൻ പോയി നേരെ കുളിച്ചിട്ട് വരാം. കുളിച്ചിട്ട് വന്നിട്ട് ഞാനും കാപ്പ് കുടിക്കട്ടെ. ഇവര് കാപ്പ് കുടിച്ചു കഴിഞ്ഞാൽ ഞാനും കാപ്പ് കുടിക്കാം. ദോശയും നല്ല ഒന്നാന്തര ഉപ്പും മുളകുക കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ സാധനം. പക്ഷേ ഇത് പെട്ടെന്ന് കഴിക്കണം. കഴിച്ചിട്ട് എനിക്ക് കുറച്ച് എഴുതാനും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് വേണം. ഞാൻ ഇന്നലെ പറഞ്ഞില്ലായിരുന്നു നെയ്യാറ്റിൻകരയ്ക്ക് പോകണമെന്ന്, മറ്റേ RT ഓഫീസിൽ. അപ്പോൾ അതിൻ്റെ പരിപാടികൾ ഇന്നുണ്ട്. അതുകൊണ്ട് കഴിച്ചിട്ട് നേരെ എനിക്ക് ഓഫീസ് റൂമിലോട്ട് പോട്ടെ. അങ്ങനെ കഴിപ്പൊക്കെ കഴിഞ്ഞ് നേരെ ഓഫീസ് റൂമിലോട്ട് കയറി. അവിടെ കുറേ പരിപാടികൾ എനിക്ക് തീർക്കാനുണ്ട്. അപ്പോൾ ആ ജോലിയൊക്കെ തീർത്ത് വെച്ചിട്ട് ഞാനും അച്ഛനും കൂടെ നേരെ നെയ്യാറ്റിൻകരയ്ക്ക് വിടും. ഇത് ഇപ്പം എനിക്കൊരു 2-3 പേരുടെ കാര്യങ്ങൾ ഇപ്പം തീർക്കാനുണ്ട്. ഇപ്പം നെയ്യാറ്റിൻകര പോയിട്ട് വന്നിട്ട് തീർക്കാനിരുന്നാൽ സംഭവം താമസിച്ചു പോകും. കാരണം എന്ന് പറഞ്ഞാൽ അവിടുന്ന് വരുന്നത് എപ്പോഴാണ് എന്താണെന്നൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ എഴുതി വെച്ചിട്ട് അങ്ങ് പോയി കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനമുണ്ട്. അപ്പോൾ അങ്ങനെ എൻലെസ് ജേണി ബൈ ദീപുവിൻ്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. എല്ലാവർക്കും ബായ്.